മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജില്ലാ ജഡ്ജി ഹണി എം വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ശുപാർശ. ഹൈക്കോടതി കൊളീജിയമാണ് ഈ ശുപാർശ നൽകിയത്. നിലവിൽ ആലപ്പുഴ ജില്ലാ ജഡ്ജിയാണ് ഹണി എം വർഗീസ്. ഹണി എം വർഗീസിനെ കൂടാതെ മറ്റ് 4 ജില്ലാ ജഡ്ജിമാരെ കൂടി ഹൈക്കോടതി ജഡ്ജിയാക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഒപ്പം ഹണി എം വർഗീസ് ഈ ചുമതലയിലേക്ക് വരുമ്പോൾ നേരത്തെ ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ വിധി പറഞ്ഞ ആളെന്ന രീതിയിൽ കൂടി അത് പ്രസക്തമാകുമല്ലോ. എന്താണ് കൊളീജിയം ശുപാർശകൾ? മറ്റ് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നവർ ആരൊക്കെയാണ്? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ അധികം സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന ജഡ്ജി കൂടിയാണ് ഹണി വർഗീസ്. ഹണി വർഗീസിനെയാണ് ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ഇപ്പോൾ ഹൈക്കോടതി കൊളീജിയം ശുപാർശ നൽകിയിട്ടുള്ളത്. നിലവിൽ ആലപ്പുഴ ജില്ലാ ജഡ്ജിയാണ്. അതായത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യപ്രകാരമാണ് ആ സമയത്ത് ജില്ലയിലുണ്ടായിരുന്ന, അതായത് ജില്ലാ കോടതിയിലുണ്ടായിരുന്ന ഒരേ ഒരു വിചാരണ കോടതി ജഡ്ജായി ഹണി എം വർഗീസിനെ തീരുമാനിക്കുന്നതും ഒരേ ഒരു വനിതാ ജഡ്ജ് ഹണി എം വർഗീസ് മാത്രമായിരുന്നു. അത് 6 വർഷത്തോളം, അതായത് സാധാരണ 3 വർഷമാണ് കാലാവധി, 6 വർഷത്തോളം, അതായത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്നതുമായി ബന്ധപ്പെട്ട് 6 വർഷത്തോളമാണ് ഹണി എം വർഗീസ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് തുടർന്നത്. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് ഹണി എം വർഗീസിനെ സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ആലപ്പുഴയിലാണ് ഹണി വർഗീസ് ഉള്ളത്. അതേസമയം ഇപ്പോൾ ഈ മറ്റ് 6 ജഡ്ജിമാരെ കൂടി ഈ ഹൈക്കോടതി കൊളീജിയം തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിരുന്ന ഹണി വർഗീസ് ആലപ്പുഴയിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ട് തുടരുന്ന ഹണി വർഗീസിനെ ഹൈക്കോടതിയിലെ ജഡ്ജായിട്ട് നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തിട്ടുള്ളത്. ശുപാർശയാണ് നിലവിലുള്ള തീരുമാനം. പിന്നീട് ഉടൻ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ വിചാരണ നടത്തിയത്, വിധി പറഞ്ഞതും ഒക്കെ ഈ വലിയ വിവാദങ്ങൾക്കും വലിയ വിമർശനങ്ങൾക്കും ഒക്കെയാണ് ഒരു ജഡ്ജ് എന്ന നിലയിൽ ഹണി എം വർഗീസ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മാത്രമല്ല, നടി പോലും ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ എത്തിയിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു.